Welcome to Mind Power Academy. Welcome to the 24th day of our gratitude practice. 28 days gratitude practice. 28 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 24ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്മിത മാഹിൻ ആൻഡ് വെൽക്കം ടു മൈൻഡ് പവർ അക്കാദമി. ഓക്കെ, ഗ്രേറ്റ്. സിയാദ് ആൻഡ് മുനീർ. അപ്പോൾ ഇന്ന് നമ്മുടെ 24ാമത്തെ ദിവസം. നമ്മൾ കഴിഞ്ഞ 23 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് 24ാമത്തെ ദിവസം നമ്മുടെ പ്രാക്ടീസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് മാജിക് വാണ്ട് എന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസിന്റെ പേര്. മാജിക് വാണ്ട് ആണ്. എന്താണ് മാജിക് വാണ്ട്? എന്തിനാണ് നമ്മൾ മാജിക് വാണ്ട് ഉപയോഗിക്കണേ? ഒരു നമ്മുടെ കയ്യിൽ ഒരു അത്ഭുത വടി ഉണ്ടെന്ന് നോക്കുക. ആ വടി വീശി കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും എന്നുള്ളൊരു സാഹചര്യം. അത് ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ മാന്ത്രിക കഥകളിലും മുമ്പത്തെ അത്ഭുത കഥകളിലൊക്കെയാണ് കണ്ടേക്കണേ, അല്ലെ? മാജിക് വാണ്ട് കണ്ടേക്കണം. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് നമ്മൾ മാജിക് വാണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടുതലും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും, അല്ലേ? അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ, ഹാവ് യു വിഷ് ഫോർ എ മാജിക് വാണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ യു ലവ്? നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാറില്ലേ, അവരൊന്ന് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ? ഒരാൾ പൈസ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ, സത്യമായിട്ടും വിചാരിക്കാറില്ലേ, അതായത് ഒന്നും നോക്കാതെ അതങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റിയെങ്കിൽ അപ്പം തന്നെ അവർ അത്ര പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മളോട് ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ ഒന്നും നോക്കാതെ എടുത്തു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കാറില്ലേ? നമ്മൾ തന്നെ അവതാളത്തിൽ വെക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ നിസ്സഹായാവസ്ഥ കാണിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മാജിക് പ്രാക്ടീസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അവർക്ക് നമ്മൾ തന്നെ കൊടുക്കണമെന്നില്ല, അവർക്ക് ഏതെങ്കിലും ഒരു വഴി കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ല നമ്മൾ കൊടുക്കുന്നു എന്നല്ല. ഏതെങ്കിലും ഒരു വഴി കൂടെ അവരുടെ കാര്യം നടക്കുന്നതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, യു റിയലി ഹാവ് എ മാജിക് പവർ ടു ഹെൽപ്പ് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മാജിക് പവർ, മിറാക്കുലസ് പവർ നമുക്കുണ്ട്. ഓക്കെ, നമ്മുടെ എല്ലാം എനർജി ആണല്ലേ. എനർജി ഫ്ലോസ് വെയർ യുവർ അറ്റൻഷൻ ഫ്ലോസ്. നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് അവിടേക്ക് നമ്മുടെ എനർജി പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ എനർജി മറ്റുള്ള ആളുകളുടെ ആവശ്യത്തിൽ സഹായിക്കാനായിട്ട് നമ്മുടെ എനർജി ഉപയോഗിക്കണം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ റിയൽ ഫോഴ്സ് ഓഫ് എനർജി. നമ്മുടെ എനർജിയുടെ റിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ, പീപ്പിൾ വെയിറ്റ് ഫോർ ഒരു മാന്ത്രിക വടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിചാരിക്കാനല്ല പറയണത്. നിങ്ങൾ തന്നെ ഒരു മാജിക് വാണ്ടാണ്, നിങ്ങൾ തന്നെ ഒരു മാജിക് ആണ്. നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് വിചാരിക്കും. ഇപ്പൊ സന സാർ പറഞ്ഞില്ലേ, ഒരു ബിസിനസ്സുകാരത്തി ആക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പുള്ളി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് അത് ആഗ്രഹത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പായിട്ട്. അപ്പം അത് കഴിയുമ്പോൾ പുതിയൊരു ഡയറക്ഷനിലേക്ക്, എന്തെങ്കിലും കാര്യത്തിലേക്കൊക്കെ ആ കുട്ടി തിരിയും. അങ്ങനെ അപ്പം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു മാജിക് വാണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നമ്മൾ തന്നെ ഒരു മാജിക് വാണ്ടാണ്. നമ്മൾ ഡിസിഷൻ എടുക്കുക അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട്. ചില ദിവസങ്ങളിൽ ഒന്നും നടന്നില്ല എന്ന് വരും, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഒരു കുഞ്ഞു പോയിന്റായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഏറ്റവും അത്ഭുതം. അല്ലെങ്കിൽ യാത്ര അവസാനിച്ചിട്ടില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ, നമ്മൾ കെയർ ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ, അവരെ ഫിനാൻഷ്യലായിട്ട്, അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ നമ്മൾ ആഗ്രഹിക്കാറില്ല. ശരിക്കും ചില ആളുകളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറയുമ്പോൾ അവരൊന്ന് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അവരുടെ മാനസിക പ്രശ്നങ്ങൾ, അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ, അവരുടെ ഇമോഷണൽ ബ്ലോക്കിനെയൊക്കെ സഹായിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാജിക് വാണ്ടാണ്, പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുവാണ്, ഇപ്പൊ പൈസയുടെ ആവശ്യം പറയുകയാണ്. സത്യത്തിൽ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി മാജിക് വാണ്ടായിട്ടൊന്നുമല്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് പൈസയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അയാളുടെ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ 3 പേർക്ക് അപ്രീസിയേഷൻ കൊടുക്കാൻ, 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പറയും. ഒരു എക്സസൈസ് മെഡിറ്റേഷൻ്റെ ഒക്കെ ഇടയിൽ പറയാറുണ്ട്. അപ്പോൾ അതിലൊരാൾ, ഈ 3 പേര്, കഴിഞ്ഞ ദിവസം എനിക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട്, അയാൾക്കൊരു കാര്യം നടക്കാനുണ്ട്. കാര്യം നന്നായിട്ട് നടക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ശരിക്കും അപ്പോൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ മാജിക് വാണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണ്, നമ്മൾ ഇമാജിൻ ദ പേഴ്സൺസ് ഹെൽത്ത് ഈസ് റിയലി റിസ്റ്റോർഡ് ആൻഡ് സേ ദ മാജിക് വേർഡ് താങ്ക് യു. നിങ്ങൾ ശരിക്കും വിഷ്വലൈസ് ചെയ്യണം. ഒരാൾക്ക് എന്തെങ്കിലും ഒരു നീഡ് ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ എന്താ വിഷ്വലൈസ് ചെയ്യേണ്ടത്? അയാൾക്ക് ഒരു ഫിനാൻഷ്യൽ നീഡ് ഉണ്ടെന്ന് നോക്കുക. ഒരാളിപ്പോൾ കുറച്ച് പൈസ ചോദിച്ചു, നമുക്ക് കൊടുക്കാൻ പറ്റണില്ല, നമ്മുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പവറിൽ, നമുക്ക് ഇല്ല എന്നുള്ള ഫീലിംഗ്, വിഷമം ഉണ്ടാക്കുന്നതിന് പകരം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ നമുക്കുണ്ടല്ലോ, ആ പവർ പിടിച്ചിട്ട് നമുക്ക് ശരിക്കും വിഷ്വലൈസ് ചെയ്യാം. അയാൾ ആ കാര്യം നടക്കുന്നതായിട്ട്, അയാൾക്ക് എത്രയാണോ വേണ്ടത്
വേണ്ടത്, അയാളുടെ ആ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് നടന്നതായിട്ട് നമ്മളെ വിളിച്ച് പറയുന്നതായിട്ടും നമ്മളോട് സംസാരിക്കുന്നതായിട്ടും നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതായിട്ടും ഒക്കെ, നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലില്ലെങ്കിലും ഏതെങ്കിലും വഴിക്ക് അയാൾക്ക് നടന്നതായിട്ട് അയാൾ നമ്മളോട് വന്ന് പറയുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇതാണ് മാജിക് വോണ്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നല്ല ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞിട്ട് കണ്ണടച്ചിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, ഇന്ന ആളുടെ ആ ഫിനാൻഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതായിട്ട് നമ്മൾക്ക് പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. എന്നിട്ട് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, നമ്മളൊന്ന് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് മനസ്സ് നിറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ദാറ്റ് യു റിസീവ് ദ ന്യൂസ് ദാറ്റ് ദ മാൻ ദ ഗൈ ഹൂ ഈസ് ഇൻ നീഡ്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്ക് ഫുൾ ഹെൽത്ത് അല്ലെങ്കിൽ ഫുൾ വെൽത്ത് കിട്ടിയതായിട്ട് നിങ്ങളോട് വന്ന് പറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അയാൾ വിളിക്കുന്നതായിട്ട് കാണാം, അയാളുടെ മെസ്സേജ് വരുന്നതായിട്ട് മെയിൽ അയക്കുന്നതൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ആൻഡ് യു ജസ്റ്റ് ആ അമേസിങ് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരോടും പറയില്ലേ, അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലുള്ളവരോടെങ്കിലും പറയില്ലേ ഇന്ന ആൾക്ക് ഇന്ന കാര്യം നടത്തി. കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അയാളുടെ ആ കാര്യം ശരിയായിരുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അയാളൊരു കേസിന്റെ വക്കിലോളം എത്തി, ഒരു വല്ലാത്തൊരു ട്രാപ്പിൽ കെട്ടുകയായിരുന്നു. അപ്പം നമുക്കൊരു വിഷമം വരുന്നത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ. എന്നിട്ട് അയാൾക്ക് വേണ്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ച് ഈ വർഷം ഈ സമയത്ത് അയാൾ റിലീസ്ഡ് ആണ്, അയാൾക്ക് ഒരു പ്രശ്നമില്ല, അയാൾ ഹാപ്പിയാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടി തന്നെയല്ലേ ഈ പറയണേ, ഇനി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയേ. നമ്മൾ ഇമാജിൻ ചെയ്യുക, ഒരു മാജിക് വാണ്ട് നമ്മൾ അവർക്ക് നേർക്ക് വീശുന്നതായിട്ട്, ആ മാജിക് വാണ്ട് വെച്ചിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുമ്പോൾ, നിന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടെ എന്ന് പറയുമ്പോൾ അത് നടക്കുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചൂസ് വേവ് എ മാജിക് വൺ, സേ താങ്ക് യു ഫോർ ദ ഹാപ്പിനെസ്, അവരുടെ ആ സന്തോഷത്തിന് നന്ദി പറയാം. ഓക്കെ, മൂന്നാളുകളെ നമ്മളുടെ എക്സസൈസ് എങ്ങനെയാന്ന് വെച്ചാൽ, മൂന്നാളുകളെ സെലക്ട് ചെയ്യുക. മൂന്നാളുകൾക്ക് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉള്ള 3 പേരെ സെലക്ട് ചെയ്യുക. ആൻഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫോട്ടോ കൈ വെക്കുക. കൈ വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹോൾഡ് ദ ഫോട്ടോ ഇൻ ഹാൻഡ് ആൻഡ് വിഷ്വലൈസ് ദാറ്റ് പേഴ്സൺ ഈസ് റിസീവ് ദ ന്യൂസ്. ആ ആള് ശരിക്കും ആ ഫോട്ടോയിൽ നോക്കി, അപ്പം നമുക്ക് എനർജി പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു വൈബ്രേഷൻ, വേറൊരു ഡീവിയേഷനിലേക്ക് നമ്മുടെ ചിന്ത പോകില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ആള് അയാളുടെ കാര്യം മാജിക്കലായിട്ട് നടക്കുന്നതായിട്ടും അത് നമ്മളോട് വിളിച്ചു പറയുന്നതായിട്ടും നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ട് ഇൻവോൾവ് യുവർ സെൽഫ്, നമ്മളെയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അയാൾ നമ്മളെ വന്ന് കാണുന്നതായിട്ടും നമ്മളും കൂടെ അത് വിറ്റ്നസ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ നമുക്ക് പറയാം, താങ്ക് യു ഫോർ മാനിഫെസ്റ്റിംഗ് ദിസ് വിഷ് ഫോർ. അതായത് ഇപ്പൊ ജോൺ എന്നാണ് ആളുടെ പേര് നോക്കുക, എന്നിട്ട് പറയാം താങ്ക് യു ഫോർ ജോൺസ് ഫിനാൻഷ്യൽ വെൽബീയിങ്. അതായത് ജോണിന് ആ പൈസ കിട്ടിയതിന് അല്ലെങ്കിൽ ജോണിന് ആ ഹെൽത്ത് റിക്കവർ ചെയ്യാൻ പറ്റിയതിന് താങ്ക് യു ഡിവൈൻ എന്ന് 3 പ്രാവശ്യം പറയാം. ശരിക്കും വർക്കൗട്ട് ആവട്ടെ. നമ്മൾ ഒരാളെ പറ്റിയിട്ട് കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. കുറച്ച് ദിവസം ഇതിങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 21 ദിവസം എന്നൊക്കെ പറയില്ല, അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. 21 ദിവസം നമ്മളിതൊന്ന് പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് അതങ്ങോട്ട് വിട്ടേക്കാം. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അയാളെ വിട്ടേക്കാം. നമ്മളെന്താ, അയാളുടെ ഫോട്ടോ കൈ പിടിക്കുക, എന്നിട്ട് 3 പേരെടുക്കുക. ആദ്യത്തെ ആളെടുക്കുക, അയാളുടെ ഫോട്ടോ കൈ പിടിക്കുക, അയാളുടെ നീഡ് എന്താണെന്ന് നോക്കുക, എന്നിട്ട് അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആ ആള് നമ്മളോടത് വന്ന് പറയുന്നതായിട്ടും നമ്മളും കൂടെ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതായിട്ടൊക്കെ ശരിക്കും കണ്ടിട്ട് ഫീൽ ദ ഹാപ്പിനെസ്. അവരുടെ അതേ സന്തോഷം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ടാണൊക്കെയുള്ള നമ്മളിങ്ങനെ ചെയ്യണേ, അത് അവരുടെ അതേ സന്തോഷം നമ്മളും ഫീൽ ചെയ്യുക. എന്നിട്ട് പറയുക താങ്ക് യു ഫോർ മാനിഫെസ്റ്റിംഗ് ദിസ് ഫോർ ദിസ്. അതായത് ജോണിൻ്റെ അല്ലെങ്കിൽ ശ്രുതിയുടെ ആരോഗ്യം വീണ്ടെടുക്കപ്പെട്ടതിന് നന്ദി എന്ന് പൂർണ്ണമായിട്ടും പറയാം. ഫിനിഷ് ആൻഡ് മൂവ്. അത് ഒരാളുടെ കഴിയുമ്പോൾ അടുത്ത ആളിലേക്ക് പോവാം, അത് കഴിഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് പോവാം. അങ്ങനെ 3 പേരെയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഈ 3 പേരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഇരുന്ന് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ ഓഫീസിലോ എവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം. ഒരു 1-2 മിനിറ്റല്ലേ എടുക്കുള്ളൂ. അത് മനസ്സിൽ അയാൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ, നമുക്ക് സഹായിക്കാൻ പറ്റണില്ലല്ലോ എന്നൊക്കെയല്ലേ നമ്മൾ ആലോചിക്കുക. അടുത്ത നിമിഷം നമ്മൾ എന്താ ചെയ്യണം, നമുക്കൊരു മാജിക് പവർ ഉണ്ടെന്ന്, അയാളെ സഹായിക്കാൻ നമുക്കൊരു മാജിക് പവർ ഉണ്ട്. ആ മാന്ത്രിക വടി അയാളുടെ നേർക്ക് നമ്മൾ വീശുകയാണ്. മാന്ത്രിക വടി
അയാളുടെ നേർക്ക് ഇത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വീശിക്കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ അത് സംഭവിച്ചോളൂ. നമ്മൾ വഴിയല്ല, ആരെങ്കിലും വഴി. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയിലേക്ക് ആ എനർജി പാസ് ചെയ്തിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അയാളുടെ ഇന്ന കാര്യം നടന്നതായിട്ട് അയാൾ നമ്മളോട് വന്ന് പറയുന്നതായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മാജിക് ദണ്ട്, ആ മാന്ത്രിക ദണ്ട് വീശിയിട്ട് അയാൾക്ക് അത് നേടുന്നതായിട്ട് അയാൾ വന്ന് പറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് 3 പ്രാവശ്യം നിങ്ങൾ നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ മാനിഫെസ്റ്റിംഗ് ദിസ്, വിഷ് ഫോർ ദിസ്. ഓക്കെ, നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഒരാൾക്ക് ബിസിനസ്സുകാരി ആക്കണം എന്നാണ്, അപ്പോൾ ആയതായിട്ട് ഓൾറെഡി അങ്ങോട്ട് കണ്ടിട്ട് അങ്ങോട്ട് നന്ദി പറയാം, അത് ആയിക്കോളും, അത് അങ്ങനെ അങ്ങോട്ട് ശരിയായിക്കോളും. ഓക്കെ, ദ സിംഗിൾ ഗ്രേറ്റസ്റ്റ് ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് യു ബ്രിങ് ഇറ്റ് ടു യുവർ സെൽഫ് ആസ്. ഇതിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളിലേക്കും കൂടിയാണ് വരുന്നത്. അതായത് അവർക്ക് നമ്മൾ ഒരു ബൂമറാങ് പോലെയാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് അയാൾ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ നശിക്കണേക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അതായത് ആരുടെയും നേർക്ക് നമുക്ക് എന്തും പ്രാർത്ഥിക്കാം. അതാണ് ഈ പറയുന്ന ശാപവാക്കുകൾ കൊടുത്തിട്ട് കാര്യമില്ല. ശാപവാക്കുകൾ സ്വയം നശിക്കാനേ കാര്യമുള്ളൂ എന്ന് പറയുന്നത്. ആരെയും ശപിച്ച് നമുക്ക് ചീത്തയാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നല്ലത് ഭവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചാൽ ആ നന്മ ബൂമറാങ് പോലെ നമ്മളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് അപ്പം എന്ത് ചെയ്യും, നമ്മളെല്ലാവരും ബ്ലെസ് ചെയ്യും. ആരോടും എതിർപ്പില്ല, ആരോടും ദേഷ്യമില്ല, ആരോടും പരാതിയില്ല, എല്ലാവരെയും നമ്മൾ ബ്ലെസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു പ്രാക്ടീസ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുക. നമ്മൾ പൈസ കൊടുത്തോ അല്ലെങ്കിൽ സമയം കൊടുത്തൊന്നും ചെയ്യണമെന്നില്ല, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, പക്ഷെ ഇത് ചെയ്യാലോ നമുക്ക്. അയാൾ പോലും അറിയാതെ നമുക്കിത് ചെയ്യാം. ഇനി അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ട, നമുക്ക് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് നിനക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നേ. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് വേറെ വഴിക്ക് വന്നോളും. നമ്മൾ തന്നെ നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ചിലപ്പോൾ ചില കല്യാണ കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ടൊക്കെ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്നും കൊടുക്കാനോ ഒന്നിനും പറ്റില്ലായിരിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ ചിലരുടെ വീട് പണി അങ്ങനെ എങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നമുക്ക് മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്കറിയാലോ, നമ്മളെ ഇത് പഠിച്ചിട്ടുള്ളൂ, ഈ എനർജിയും ഇതും ഒക്കെ യൂട്ടിലൈസ് ചെയ്യണം നമ്മളെ പഠിച്ചിട്ടുള്ളൂ. അത് മനസ്സുകൊണ്ട് സന്തോഷിക്കുക. നമ്മൾ നമ്മുടെയും കൂടെ വഴി വെട്ടിയേക്കുവാണെന്ന് വിചാരിച്ചിട്ടാണ് മനസ്സുകൊണ്ട് സന്തോഷിക്കുക. നിറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നമ്മുടെ ക്രിയേറ്ററോട് നിറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. എന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ കയ്യിൽ പിടിച്ചിട്ട്, ചെയ്യണ്ടല്ലോ അല്ലേ, എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ കയ്യിൽ പിടിച്ചിട്ട് താങ്ക് യു പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ, അപ്രീസിയേഷൻ കൊടുക്കുക. രണ്ടാമത്തെ പ്രാക്ടീസ്, നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു 3 പേരെ എടുത്തിട്ട് നിങ്ങളിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നന്മ പ്രാർത്ഥിക്കുക, അവരെ വിഷ്വലൈസ് ചെയ്യുക, അവരെ ബ്ലെസ് ചെയ്യുക. എന്നിട്ട് അവർ ഫോട്ടോ കൈ പിടിച്ച്, മൊബൈലിലൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നോക്കിയാലും മതിയല്ലോ. എന്നിട്ട് അവരുടെ എന്താവശ്യമാണോ അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നത്തെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 10 കാര്യങ്ങൾ എഴുതിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗോളിന് വേണ്ടിയിട്ട് പറയാം. പിന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യാം. അങ്ങനെ കുറേ ഈ പ്രാക്ടീസ് എല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഒരു ദിവസം തന്നെ പല പ്രാക്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു വേവ് ലെങ്ത്തിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ പ്രാക്ടീസ് കഴിയുന്നതോറും നമ്മൾ ഗ്രൂപ്പിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാ പ്രാക്ടീസും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒരു റൈറ്റപ്പ് ആയിട്ട് ഇടാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് നോക്കി ചെയ്താലും മതിയല്ലോ. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് പല രീതിയിൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, വെള്ളം കുടിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, പിന്നെ എന്താണ് നടക്കാൻ പോകുമ്പോൾ, കിടക്കാൻ പോകുമ്പോൾ, അങ്ങനെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്, എഴുന്നേൽക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഈ 28 ദിവസത്തെ എല്ലാ പ്രാക്ടീസും നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഹെൽത്തിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, വെൽത്തിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, മാജിക് ചെക്ക് എഴുതി, എന്തൊക്കെയാണോ ഇതിൽ പറഞ്ഞത് അതെല്ലാം നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ലൈഫ് ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാം കേട്ടോ. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അത് ചെയ്യണം. ഈ 28 ദിവസത്തെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റ് ഇടാം. അതനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുക. ലൈഫിൽ മിറാക്കിൾസ്. ഇപ്പം എന്ത് കാര്യം ആലോചിച്ചോണം നിങ്ങൾ വിഷമിക്കണം, അത് നടന്നിരിക്കും. ഒരു ടെൻഷനും വേണ്ട. ബിസിനസ് ആണോ എന്താണോ അത് നമുക്ക് നമ്മളൊന്ന് പരീക്ഷിക്കണമെന്ന് നിങ്ങളുടെ കണ്ടാൽ നമ്മുടെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു വരും. നമ്മൾ എത്രത്തോളം അതിൽ ഫോക്കസ്ഡ് ആണോ അത്രത്തോളം അതിൻ്റെ മുന്നിലേക്ക് വഴി തെളിഞ്ഞ് വരും. ഇപ്പം ഞാനേ ഇന്ന് യൂട്യൂബിൽ കഥ പറഞ്ഞിട്ടും ആണ് വീഡിയോ ഇട്ടത്. ഒരു കഥ പറഞ്ഞു. അപ്പം എനിക്ക് സത്യത്തിൽ ഇന്നലെ വൈകുന്നേരം ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ് കഥ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന്. പക്ഷെ അത് കഥ പറഞ്ഞിട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി, വന്ന് കണ്ടവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം എന്താ, നമ്മൾ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഐഡിയാസ് വരാൻ നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുക, റെഡി ആയിട്ടിരിക്കുക. അത് വരുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യാം.
അത് മാറ്റി വെക്കുക എന്നുള്ളതല്ല, ഐഡിയാസ് വരുമ്പോൾ അതങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുക. പലരും ചെയ്യാത്തതാണ്. നമുക്ക് ഐഡിയാസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ തല സ്വസ്ഥമല്ല. നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇൻറ്റ്യൂഷൻ ഏതാണ്, നമ്മൾ ചിന്തിച്ചു കൂടുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. നമ്മുടെ മൈൻഡ് ഫ്രീ ആണെങ്കിലാണ്, അതായത് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റി ഒന്നും ഇല്ലെങ്കിലാണ് ഈ ഉള്ളിൽ നിന്ന് വരണ ഐഡിയാസ് ആണെന്ന് നമുക്ക്, ഇൻറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ മനസ്സ് ഫ്രീ ആക്കി വെക്കുക എന്നുള്ളത് ആദ്യത്തെ. പിന്നെ ഇൻറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് വർക്ക് ചെയ്യുക. പണ്ടൊരിക്കൽ ഒരു 6 മാസത്തിന് മുമ്പ് എനിക്കൊരു ഇൻറ്റ്യൂഷൻ വന്നതാണ്, 28 ദിവസം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അങ്ങോട്ട് തുടങ്ങിയാലോ എന്ന്. സത്യം, 28 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഞാൻ അന്ന് അന്ന് രാത്രി തന്നെ തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെയാണ് ഇപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണത്. അപ്പോൾ ഐഡിയാസ് വരട്ടെ, നമ്മൾ സ്വീകരിക്കാൻ റെഡി ആയിരിക്കുക. എല്ലാത്തിനോടും സ്നേഹവും സന്തോഷവും നന്മയും നന്ദിയൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ ചെലവഴിക്കുന്ന സമയം 10 ഇരട്ടിയായിട്ട് 100 ഇരട്ടിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബ്ലസ് യു. ലവ് യു. അപ്പോൾ മനസ്സിലായല്ലോ പ്രാക്ടീസ്? ശരി, താങ്ക് യു. നിർത്താലോ നമുക്ക്? ചെയ്യാം കേട്ടോ. ശരി.